സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് ഇത്തവണ നൽകുന്നത് നദികളുടെ പേരുകൾ. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ പേര് കലോത്സവ വേദികൾക്ക് നൽകുന്ന പതിവ് ഇത്തവണ വേണ്ടെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ബാൻഡ് മേളം നടക്കുന്ന തുറന്ന വേദി ഉൾപ്പെടെ 24 മത്സര വേദികളാണുള്ളത്. ശബരിമല സ്പെഷ്യൽ സർവീസുമായി തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നാഗർകോവിൽ, തിരുവനന്തപുരം, പമ്പ സർവീസുകളാണ് നടത്തുന്നത്. രാത്രി 8, 9, 9:30, 10 എന്നിങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള സമയക്രമം. പമ്പയിൽ നിന്ന് രാവിലെ 7:30, 8, 8:30, 9 എന്നീ സമയങ്ങളിലാണ് മടക്ക സർവീസ്. ബുക്കിംഗിന് www.tnstc.in സന്ദർശിക്കുക. യോഗ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നതായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ഉജ്ജയിനിയിൽ സംഘടിപ്പിച്ച യോഗ ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹരിദ്വാർ പതഞ്ജലി യോഗപീഠവും രഘുപ്രേം സേവ ഫൗണ്ടേഷനും ചേർന്ന് ജില്ലയിലെ ദേവാസ് റോഡിലുള്ള ഹോം ഗാർഡ് ഗ്രൌണ്ടിലാണ് യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3 ദിവസത്തെ യോഗ ക്യാമ്പ് ഇന്ന് സമാപിക്കും. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദിവ്യാംഗ ശാക്തീകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന 22ാമത് ദിവ്യ കലാമേളയ്ക്ക് ഇന്നു മുതൽ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ തുടക്കമായി. ഇന്ത്യയിലുടനീളമുള്ള ദിവ്യാംഗ കരകൌശല വിദഗ്ധർ, സംരംഭകർ, കലാകാരന്മാർ എന്നിവരുടെ കഴിവുകൾ, സർഗാത്മകത, സംരംഭകത്വ മനോഭാവം എന്നിവ ഈ പരിപാടിയിൽ പ്രദർശിപ്പിക്കും. 100-ലധികം ദിവ്യാംഗ സംരംഭകരും കരകൌശല വിദഗ്ധരും അവരുടെ ഉൽപ്പന്നങ്ങളും കഴിവുകളും പ്രദർശിപ്പിക്കും. രാവിലെ 11 മുതൽ രാത്രി 9 മണി വരെ നടക്കുന്ന മേള ഈ മാസം 22-ന് സമാപിക്കും. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ശൈത്യകാല പ്രത്യേക ട്രെയിൻ പ്രഖ്യാപിച്ച മധ്യ റെയിൽവേ. ഈ മാസം 19 മുതൽ ജനുവരി 9 വരെ എല്ലാ വെള്ളിയാഴ്ചയും LTTയിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും, 21 മുതൽ ജനുവരി 11 വരെ എല്ലാ ശനിയാഴ്ചയും കൊച്ചുവേളിയിൽ നിന്ന് LTTയിലേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും തിരിച്ചും 4 വീതം സർവീസുകളാണ് ഉണ്ടാവുക.